വീണ്ടും ഒരു കൂട്ടബലാത്സംഗത്തിന്റെ വാർത്ത ബംഗാളിൽ നിന്ന് വരുന്നു. പശ്ചിമബംഗാളിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തു. സുഹൃത്തിനൊപ്പം ഭക്ഷണം കഴിക്കാൻ പോയ 23-കാരിയാണ് പീഡിപ്പിക്കപ്പെട്ടത്. വിനിത വിജി ഡൽഹിയിൽ ചെയ്തു. വിനിത, ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗം, അത് കഴിഞ്ഞ് നിയമ വിദ്യാർത്ഥിനിക്ക് നേരിടേണ്ടി വന്ന കൂട്ടബലാത്സംഗം, അതിന് പിന്നാലെ വീണ്ടും ഒരു കൂട്ടബലാത്സംഗത്തിന്റെ നടുക്കുന്ന വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്, പശ്ചിമബംഗാളിൽ നിന്ന് വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? സുഹേൽ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാത്രി സുഹൃത്തിനൊപ്പം ഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ഈ ഒഡീഷ സ്വദേശിനി. 23 വയസ്സ് മാത്രമാണ് അവർക്ക് പ്രായമുള്ളത്. 2ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ സുഹൃത്തിനൊപ്പം ഭക്ഷണം കഴിക്കാൻ പോയ ഈ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ ഒരു സംഘം ആളുകൾ, ഒരു 3-അംഗ സംഘം ഇവരെ പിന്തുടരുകയും ഒപ്പം ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അത് പിടിച്ചു വാങ്ങുകയും ചെയ്തു. പിന്നാലെ തന്നെ ഈ കോളേജിന് സമീപമുള്ള ഒരു കാട്ടിലേക്ക് ഇവരെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും അവിടെ വെച്ച് അവരെ കൂട്ടബലാത്സംഗം ചെയ്തു എന്നുമാണ് അവരുടെ മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഈ വിഷയം ആരോടെങ്കിലും അറിയിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് ഈ പ്രതികൾ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തുടങ്ങി ഇവരുടെ ഒരു സുഹൃത്ത് തന്നെ, ഈ പെൺകുട്ടിയുടെ ഒരു സുഹൃത്ത് തന്നെ ഇവരുടെ മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. പിന്നാലെ മാതാപിതാക്കൾ ഈ ബംഗാളിലേക്ക് എത്തുകയും പിന്നീട് അവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രതികളെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. സമീപമുള്ള CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം അത് കളക്ട് ചെയ്ത് അത് ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമൊക്കെ തുടരുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സുഹേൽ സൂചിപ്പിച്ചതുപോലെ നിയമ വിദ്യാർത്ഥിയും ഒപ്പം തന്നെ 2024 ആർജിക്കർ മെഡിക്കൽ കോളേജിലും സമാനമായിട്ടുള്ള ഒരു ബലാത്സംഗ കേസ് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അത്തരം സംഭവങ്ങൾ വീണ്ടും ബംഗാളിൽ ആവർത്തിക്കപ്പെടുന്നത്. സുഹേൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.